അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള അല്ലെ, മോസ്റ്റ് ഓഫൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. നിങ്ങൾക്ക് അറിയോ ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? അറിയോ? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യും. അറിയോ? കുഴപ്പമില്ല. അപ്പോ ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം എന്താണ് ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്തിൽ സെയ്സ്, നമ്മളുടെ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31/3/2025 ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു ദിവസത്തെ, വിച്ച് റിക്കൺസെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി ചെയ്യാം, വിച്ച് റിക്കൺസെയിൽസ് ദ ക്യാഷ് ബുക്ക്. ഏത് ക്യാഷ് ബുക്ക് ആണ്? ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക്. അതായത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്മളുടെ ബുക്കിൽ എഴുതുമല്ലോ, ആ ബാങ്ക് അക്കൗണ്ടും ആൻഡ് പാസ്ബുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത് തമ്മിലുള്ള റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? BRS എന്ന് പറയുന്നത്. ബൈ റൈറ്റിംഗ് ദ ഐറ്റം കോസിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ബാലൻസസ്, ഈ ബാലൻസുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിനെ മാത്രം എവിടെ മെൻഷൻ ചെയ്യും? നമ്മൾ BRS-ൽ മെൻഷൻ ചെയ്യും. അറിയോക്കെ? ബാങ്ക് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട് അല്ലെ, അല്ലെ. ബാങ്കിൽ ചെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രിന്റ് ചെയ്ത് തരും നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സ്. അല്ലെങ്കിൽ നമ്മൾക്ക് SBI യോനോ അല്ലെങ്കിൽ ഫെഡ് മൊബൈൽ അല്ലെങ്കിൽ HDFC ഇതുപോലെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് എന്ത് അവൈലബിൾ ആണ്? ബാങ്കിന്റെ പാസ്ബുക്ക് അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് ബാങ്കിന്റെ പാസ്ബുക്ക് മതി, ബാങ്കിന്റെ പാസ്ബുക്ക് ആണ് നമുക്ക് ഇനഫ്. കാരണം നമ്മൾ ബിസിനസ്സുകാരല്ല, അതുകൊണ്ട് നമ്മളുടെ ട്രാൻസാക്ഷൻസ് എന്തിനു പോയതാണ് ഏതിനു പോയതാണ് എന്നറിയാൻ നമ്മളുടെ ബാങ്ക് പാസ്ബുക്ക് ഈസ് ഇനഫ്. ബട്ട് ഒരുപാട് ട്രാൻസാക്ഷൻ ഉള്ള ആളുകൾ, കുറേ ട്രാൻസാക്ഷൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് പാസ്ബുക്ക് കിട്ടുന്നവരെ നോക്കിയിരിക്കാൻ പറ്റുമോ? അവർ എന്ത് ചെയ്യും? അവരുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും, ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോ ചിലപ്പോൾ ബാങ്ക് ചാർജ് പിടിച്ചത് ആരറിഞ്ഞിട്ടുണ്ടാവില്ല? അക്കൗണ്ടന്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ there might be a difference. പാസ്ബുക്കിൽ എന്തായിരിക്കും? ചാർജ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? പാസ്ബുക്കിൽ എന്ത് പറ്റും? ചാർജ് പിടിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് ചാർജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്ബുക്കിൽ എന്ത് പറ്റും? ഡെബിറ്റ് ചെയ്യും. കുറയോ കൂടോ? പാസ്ബുക്കിൽ കുറയും. അതായത് എന്റെ പൈസ 10,000 രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നു. ബാങ്ക് നമ്മളുടെ അടുത്ത് നീയും കൂടെ എഴുതിക്കോ, ഞങ്ങൾ കുറയ്ക്കുകയാണെന്നല്ല പറയാ. ബാങ്ക് അവരിൽ നിന്ന് ഡിഡക്ട് ചെയ്യും, അപ്പൊ തന്നെ പാസ്ബുക്കിൽ ബാങ്ക് കുറയ്ക്കും. 100 രൂപ ചാർജ് പിടിച്ചു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ അപ്പോൾ തന്നെ എന്റെ ബാലൻസ് എത്രയായിട്ട് അപ്ഡേറ്റ് ആവും? 9,900 ആയിട്ട് അപ്ഡേറ്റ് ആവും. ഇത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് SMS ഒന്നും വന്നില്ല, ഞാൻ സ്റ്റേറ്റ്മെന്റിലൊന്നും കയറി നോക്കിയില്ല. ഞാൻ എന്ത് വിചാരിച്ചിരിക്കും? എന്റെ ബുക്കിൽ 10,000 രൂപ അല്ലെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടെന്ന്. എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ലെഡ്ജറിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടാവും? 10,000 രൂപ ബാലൻസ് ഉണ്ടാവും. There is a difference of ₹100 അല്ലെ, ഒരു 100 രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലേ. ആ ഡിഫറൻസ് എങ്ങനെയാണ് വന്നത്? 100 രൂപ ബാങ്ക് ചാർജ് പിടിച്ചു അല്ലെ. ഈ ഡിഫറൻസിനെ സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? BRS എന്ന് പറയുന്നത്. അറിയോക്കെ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെയാണ്? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെയാണ്. സോ വൈ ടു പ്രിപ്പയർ BRS എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക്, അതായത് ബാങ്ക് അക്കൗണ്ടിന്റെ ലെഡ്ജർ കേട്ടോ, ബാങ്ക് അക്കൗണ്ടിന്റെ ലെഡ്ജർ ആൻഡ് പാസ്ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്?
ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മേ ഓർ മേ നോട്ട് ബി സെയിം അറ്റ് എനി പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം, ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് മേ നോട്ട് ബി സെയിം ഡ്യൂ ടു ടൈം ഗ്യാപ്പ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. നമ്മൾ പറഞ്ഞില്ലേ, റെക്കോർഡ് ചെയ്യുന്ന ടൈം ഗ്യാപ്പ് വരുമ്പോൾ, അതായത് 9,900 ആയത് ഞാൻ അറിഞ്ഞില്ല, 10,000ൽ നിന്ന് 100 ഞാൻ കുറയ്ക്കാൻ ഗ്യാപ്പ് വന്നു, ടൈം ഗ്യാപ്പ് വന്നു. ഓർ മേ ബി ബൈ കമ്മിറ്റിംഗ് എറേഴ്സ്, അല്ലെങ്കിൽ ഒരു എറർ സംഭവിച്ചു. അതായത് ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, എന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 10,000 രൂപ ഉണ്ടായിരുന്നു. 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും അത് തന്നെയാണ്, എന്റെ ലെഡ്ജറിലും അത് തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? എന്റെ ലെഡ്ജറിലും ബാങ്ക് അക്കൗണ്ടിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും 10,000 രൂപയാണ്. അപ്പോഴാണ് ഞാൻ കൊടുക്കാനുള്ള ഒരാൾക്ക്, എന്റെ ക്രെഡിറ്റർക്ക് ഞാൻ 5,000 രൂപയുടെ ചെക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ടും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് പറ്റില്ല അല്ലെ? ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്രയായി ബാലൻസ്? 5,000 ആയി അല്ലെ? 5,000 കൊടുത്തു, ബാലൻസ് 10,000ൽ 5,000 രൂപയുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ചെക്ക് കൊടുത്തതിന് പകരം ചെക്ക് കിട്ടിയെന്ന് അങ്ങോട്ട് എഴുതി വെച്ചു എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ലെഡ്ജറിൽ. അപ്പൊ എന്റെ ബാലൻസ് എത്രയായി? 15,000 ആയി. എന്റെ ബാലൻസ് എത്രയായി? 15,000 ആയി. there is an error അല്ലെ? ഒരു എറർ സംഭവിച്ചു അല്ലെ? ആ എറർ സംഭവിച്ചത് കൊണ്ടും എന്റെ ബാങ്ക് ബുക്കിൽ, അതായത് എന്റെ ലെഡ്ജറിലും എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും എന്ത് പറ്റി? മാറ്റം സംഭവിച്ചു. അപ്പൊ ഇതിനെ റിക്കൺസൈൽ ചെയ്യണം. അതിനാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? BRS പ്രിപ്പയർ ചെയ്യുന്നത്. when to prepare BRS എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് എനി ടൈം അറ്റ് എനി പീരിയഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് ഡിസംബർ 31 കിട്ടണമെങ്കിൽ ഡിസംബർ 31 നമുക്ക് എന്ത് ചെയ്യാം? BRS പ്രിപ്പയർ ചെയ്യാം. നമുക്ക് മാർച്ച് 31 കിട്ടണമെങ്കിൽ മാർച്ച് 31 പ്രിപ്പയർ ചെയ്യാം. ഏപ്രിൽ 30 കിട്ടണമെങ്കിൽ ഏപ്രിൽ 30 നമുക്ക് BRS പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിന് വേറെ ഇന്ന ഡേറ്റിലെ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ BRS മസ്റ്റ് ബി പ്രിപ്പയർഡ്. ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ എന്ത് ചെയ്യണം? BRS പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. സോ ദാറ്റ് corrected bank balance will appear in final accounts. corrected bank balance വരണമെങ്കിൽ BRS പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് വിൽ കൺഫേം ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെഡ്ജറുകളിൽ എല്ലാ ട്രാൻസാക്ഷൻസും സെയിം ആണോ, അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യാൻ പറ്റും BRS പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി കുഞ്ഞു പിള്ളേർക്ക് പറയുന്ന ഒരു കാര്യം പറയാം. ഇഫ് വി ഹാവ് ഡെപ്പോസിറ്റഡ് മണി ഇൻ അവർ ബാങ്ക് അക്കൗണ്ട്, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ അസറ്റ് അല്ലെ? അത് നമ്മളുടെ അസറ്റ് ആണ് അല്ലെ? നമ്മളുടെ കയ്യിൽ ഇരുന്ന ക്യാഷ് കൊണ്ടുപോയി നമ്മൾ ബാങ്കിലിട്ടു. അത് ബാങ്കിൽ നമ്മളുടെ ഒരു അസറ്റ് ഉണ്ട് അല്ലെ? 10,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനത് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. കയ്യിൽ നിന്നുള്ള ക്യാഷ് കുറഞ്ഞ് ബാങ്കിൽ കൂടി, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി ആണല്ലോ. അസറ്റ് കൂടി കഴിഞ്ഞാൽ there is having a debit balance. അതിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ അല്ലേ? ബട്ട് ഓൺ അതർ ഹാൻഡ്, അപ്പുറത്തെ വശം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഫോർ ബാങ്ക്. നമ്മളുടെ പൈസ, എന്റെ കയ്യിൽ 10,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടു. 10,000 രൂപ ബാങ്കിലിട്ടു. ബാങ്കിൽ ഞാൻ പൈസ കൊണ്ടുപോയിട്ടപ്പോൾ ഇറ്റ് ഈസ് മൈ അസറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഫോർ ബാങ്ക്. അത് ആർക്ക് ലയബിലിറ്റി ആണ്? ബാങ്കിന് ലയബിലിറ്റി ആണ്. എന്റെ പൈസ ബാങ്കിൽ കിടക്കല്ലേ, എപ്പോ ചോദിച്ചാലും തിരിച്ചു തരണ്ടേ? ഞാൻ എവിടെ ഏത് ATM മെഷീനിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും ആ പൈസ എനിക്ക് തരാൻ വേണ്ടേ? അപ്പോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഫോർ ബാങ്ക് ആൻഡ് ബാങ്ക് ഈസ് ഹാവിങ് എ ക്രെഡിറ്റ് ബാലൻസ്. ബാങ്കിന് ലയബിലിറ്റി ആയതുകൊണ്ട് ഇറ്റ് ഈസ് എന്താണ്? ബാങ്കിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ ആണോ? ഇനി ഡെബിറ്റ് ബാലൻസ് ഇൻ അവർ ക്യാഷ് ബുക്ക് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ അവർ പാസ്ബുക്ക്. അതായത് നമ്മളുടെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ബാങ്കിൽ നമ്മൾ പൈസ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എവിടെ? പാസ്ബുക്കിൽ ആരാ എഴുതുന്നത്? ബാങ്കാണ് എഴുതുന്നത്, ബാങ്കിന്റെ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോ നമ്മളുടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്ന ബാങ്കിന്റെ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മളുടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാങ്കിന്റെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ ആണോ?
അപ്പൊ ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക. ഇനി ഹൗ ടു പ്രിപ്പയർ BRS, എങ്ങനെയാണ് BRS പ്രിപ്പയർ ചെയ്യേണ്ടത്? രണ്ട് മെത്തേഡാ പറയുന്നത് BRS പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, വിത്തൗട്ട് അമെൻഡഡ് ഓർ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. അമെൻഡഡ് ക്യാഷ് ബുക്ക് ഇല്ലാതെയോ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ഇല്ലാതെയോ BRS പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ മക്കളെ? ഫാത്തിമ, ഇഷ, ജോയലെ, വിഷ്ണു? ഇല്ല, ഇല്ല. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിനെ പറ്റി കേട്ടിട്ടില്ല? ഫാത്തിമ? ഉണ്ട്. എന്താണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്ന് പറയാവോ? ഒന്ന് ബ്രീഫ് ചെയ്യാവോ? വോയിസ് ഓൺ ആയോ? ഓൺ ആവുന്നുണ്ടോ നോക്കി. ഓൺ ആവുന്നുണ്ടോ നോക്കി. ഇല്ല, മ്യൂട്ട്. ഇനി നോക്കിയ വോയിസ് ഓൺ ആവുന്നുണ്ടോ നോക്കി. അന്ന് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാം അഡ്ജസ്റ്റ് ക്യാഷ് ബുക്ക് എന്താണെന്ന് ഞാൻ പറയാം. നാളെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ, വോയിസ് ഓൺ ആക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. സൂമിൽ എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ടാണ്. അപ്പോ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു വിത്തൗട്ട് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ഒന്നും ഇല്ലാതെ കൂട്ടിയും കുറച്ചോ അല്ലെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി നമുക്ക് എന്ത് ചെയ്യാം? ഹൗ ടു പ്രിപ്പയർ BRS എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വിത്ത് അമെൻഡഡ് ഓർ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് കേട്ടോ. അപ്പോ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വൈൽ പ്രിപ്പയറിംഗ് amended cash book, we shall draw a cash book. ഓക്കെ, ഒരു ക്യാഷ് ബുക്ക് നമ്മൾ വരയ്ക്കണം. ആൻഡ് എക്സ്ക്ലൂഡ് ദ ഐറ്റംസ്. ഒരു ക്യാഷ് ബുക്ക് വരയ്ക്കണം, അതിന്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻട്രീസ് ഇടുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. എന്താണ്? ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ ബാങ്കിൽ വരാത്ത ചെക്കുകൾ. അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് നമ്മൾ കൊടുത്തു വിട്ടു പക്ഷെ ആ ചെക്ക് നമ്മളുടെ ബാങ്കിലേക്ക് അവര് പൈസയാക്കാൻ വേണ്ടി എൻകാഷ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടില്ല. ഇനി റോങ് ക്രെഡിറ്റ് ഇൻ ദ പാസ്ബുക്ക്. പാസ്ബുക്കിൽ റോങ് എൻട്രീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്നും ഒഴിവാക്കിയിട്ടുള്ള ഒരു ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ BRSൽ എന്ത് പറയുന്നത്? അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്? ഒന്ന്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്ലിയർ ആയി പൈസ വന്നിട്ടില്ല. രണ്ട്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല. ചെക്ക് നമ്മൾ കൊടുത്തു വിട്ടു പക്ഷെ ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല. മൂന്ന്, റോങ് എൻട്രീസ് ഇൻ ദ പാസ്ബുക്ക്. പാസ്ബുക്കിൽ വരുന്ന റോങ് എൻട്രീസ് കേട്ടോ, മാറിപ്പോകരുത്. പാസ്ബുക്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് ബാങ്കുകാർ എൻട്രി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്. ഓക്കെ, ഈ മൂന്നെണ്ണം ഇല്ലാതെ ബാക്കിയുള്ള ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക് ക്യാഷ് ബുക്കിനാണ് എന്തെന്ന് പറയുന്നത്? അമെൻഡഡ് ഓർ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഇങ്ങനെയാണോ ഫാത്തിമ പഠിച്ചത്? അങ്ങനെയാണോ? നീന പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഫാത്തിമ, വിഷ്ണു പറഞ്ഞത് മനസ്സിലായോ? വിഷ്ണു
യെസ്. ആ, ബാക്കിയുള്ള ഫാത്തിമ പോയാ? ഓക്കെ. ആഫ്റ്റർ പ്രിപ്പയറിംഗ് അമെൻഡഡ് ഫ്രം ദാറ്റ് ബാലൻസ്, അമെൻഡഡ് ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് എടുക്കണം. ആ ക്ലോസിംഗ് ബാലൻസിനെ നമ്മളുടെ BRSന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കണം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിട്ട് എടുക്കണം. എന്നിട്ട് അവിടെ അമെൻഡഡ് ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റംസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ് വരാത്ത ഐറ്റംസ്? ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, റോങ് എൻട്രീസ് ഇൻ പാസ്ബുക്ക്. ഈ മൂന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ ബാലൻസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. എന്ത് ചോദ്യം? അമെൻഡഡ് ക്യാഷ് ബുക്ക് വരച്ചതിന് ശേഷം എന്ത് കണ്ടുപിടിക്കണം? BRS ചെയ്യണം എന്ന് പറഞ്ഞുള്ള ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് BRSലെ അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അമെൻഡഡ് ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം ഈ 3 ഐറ്റംസ്: ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, റോങ് എൻട്രീസ് ഇൻ ദ പാസ്ബുക്കിലെ റോങ് എൻട്രീസ്. ഇവ മൂന്നും എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ക്യാഷ് ബുക്ക് വരയ്ക്കണം. അതിനുശേഷം അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണോ അതിനെ നമ്മൾ നമ്മളുടെ BRSന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന 3 അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫൈനൽ ബാലൻസിലേക്ക് എത്തും. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലേക്ക് എത്തും. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിച്ചോളാം, എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചോളാം, ബാലൻസ് ഷീറ്റിൽ എത്രയാണ് ക്യാഷ് ബാലൻസ് എത്രയാണ് ബാങ്കിന്റെ കാണിക്കേണ്ടത്? ബാലൻസ് ഓഫ് ബാങ്കിന്റെ ബാലൻസ് എത്രയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് എന്ന് BRSൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഏത് ബാലൻസ് ആണ് നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണോ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ? ബാലൻസ് ആസ് പെർ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ആണോ? ഏത് ബാലൻസ് ആണ് നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അടുത്തത് പാസ്ബുക്ക്. ഓക്കെ, എല്ലാവരും അതെയോ? ബട്ട് അങ്ങനെയല്ല. BRSൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് ടു പ്രിപ്പയർ ദ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. ആൻഡ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ഒന്നുകൂടി പറയാണ്, ബാലൻസ് ഷീറ്റിൽ BRSൽ ഏത് ബാലൻസാ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ബാലൻസ് ആണ് ഷോ ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ ഷോ ഓഫ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പോ ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നമുക്ക് എവിടെ പറയാനില്ല, BRSൽ പറയാനില്ല. BRSൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, അതിലെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ തറവാക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ ഇല്ലസ്ട്രേഷൻസിലേക്ക് പോവാം. നിങ്ങൾ എങ്ങനെയാ BRS പഠിച്ചത്? BRS നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വെച്ചാണോ പഠിച്ചത്, അതോ പ്ലസും മൈനസും ചെയ്താണോ? ഒന്ന് ചാറ്റ് ചെയ്യാവോ? പ്ലസും മൈനസും വെച്ച്. ബാക്കിയുള്ളവരോ? കൈവച്ച്. പിന്നെ കൈവച്ചാണെങ്കിലും ഡെബിറ്റും ക്രെഡിറ്റും ആണോ, അതോ പ്ലസും മൈനസും ആണോ? ഡെബിറ്റും ക്രെഡിറ്റും. വേറെ? പ്ലസും മൈനസും.
നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്യാവോ? എനിവൺ? വിഷ്ണുവിന്റെ ഒക്കെ മ്യൂട്ട് മാറുന്നെങ്കിൽ. എന്റെ നീന. കേൾക്കുന്നുണ്ട് വിഷ്ണു. നീന ഓക്കെ ആണ്. യെസ്. അപ്പൊ ഫാത്തിമയുടെ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മളുടെ ഇല്ലസ്ട്രേഷൻ 1ലേക്ക് വരാം. ഇല്ലസ്ട്രേഷൻ 1 നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഫ്രം ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ ബാലൻസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ ക്യാഷ് ബുക്ക് ഓഫ് മിസ്റ്റർ അയ്യൂബ് ആസ് അറ്റ് 31st December 2021 ബിഫോർ ആൻഡ് ആഫ്റ്റർ മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ ആണോ? അയ്യൂബിന്റെ ബുക്കിലെ ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ ബാലൻസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എത്ര ബാലൻസ് ഉണ്ടാവും എന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഓവർ ഡ്രാഫ്റ്റ്? എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നെഗറ്റീവ് ബാലൻസ് ആണ് അല്ലെ? ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ബാലൻസ് ആണ്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ നെഗറ്റീവ് ബാലൻസ്. നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കോ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കോ? നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് അസറ്റ് ആയിരിക്കോ ലയബിലിറ്റി ആവും? ലയബിലിറ്റി ആണ് അല്ലെ? അപ്പോ നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ക്യാഷ് ബുക്കിൽ ഇറ്റ് ഷുഡ് ബി എ ക്രെഡിറ്റ് ബാലൻസ്. ക്യാഷ് ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ പാസ്ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബിക്കോസ് ബാങ്കിന് ഇറ്റ് ഈസ് ആൻ അസറ്റ് അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, നമ്മളുടെ അടുത്ത് എന്ത് തന്നിട്ടുണ്ട്? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എത്രയാണ്? മൈനസ് 13,880 ആണ്. അറിയോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഫോർ 6 months എൻഡിങ് 31st December 2021 നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് 240. എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. കൈകൊണ്ട് പഠിച്ചവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? കൈകൊണ്ട് പഠിച്ചവർ ഉണ്ടോ? നിങ്ങൾക്ക് എന്നെ വിസിബിൾ ആണോ? എന്റെ കൈ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം അല്ലെ? അപ്പോ ഇത് എന്റെ വലത്തെ കൈ, എന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ആണ്. എന്റെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്ബുക്ക് ആണ്. ഓക്കെ, എന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ആണ്. എന്റെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്ബുക്ക് ആണ്. ഓക്കെ ആണല്ലോ? നിങ്ങളുടെയും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. റൈറ്റ് ഹാൻഡ് ക്യാഷ് ബുക്കും ലെഫ്റ്റ് ഹാൻഡ് പാസ്ബുക്കും ആണ്. ഓക്കെ, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഫോർ 6 months എൻഡിങ് 31st December 2021 240. ഓവർ ഡ്രാഫ്റ്റിന്റെ ഇൻട്രസ്റ്റ് 240 രൂപ പിടിച്ചു. അപ്പൊ പാസ്ബുക്കിൽ എന്ത് പറ്റും? പാസ്ബുക്ക് കുറയും അല്ലെ? എന്റെ ലെഫ്റ്റ് ഹാൻഡ് കുറഞ്ഞു അല്ലെ? എന്റെ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ കുറഞ്ഞത്? എന്റെ പാസ്ബുക്ക് കുറഞ്ഞു പോയി. ഓക്കെ അല്ലേ? എന്റെ പാസ്ബുക്ക് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കാം, ഞാൻ എവിടെ നിന്നാ തുടങ്ങിയത്? എന്റെ പാസ്ബുക്കിൽ നിന്നാണ് അല്ലെ? എന്റെ പാസ്ബുക്കിൽ നിന്നല്ലേ ഞാൻ തുടങ്ങിയത്. അപ്പൊ പാസ്ബുക്കിനെ ഞാൻ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരാൻ, എന്റെ റൈറ്റ് ഹാൻഡിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിന് കൂട്ടണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എവരിവൺ? ബാങ്ക് റിക്കൺസീലിയേഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കൈ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ലാത്തൊരു ടോപ്പിക് ആണ് കേട്ടോ. വിഷ്ണു, ജോയലെ,
മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ പറയണം. ഓക്കെ, ഞാൻ ഇച്ചിരി കൂടി നീങ്ങിയിരിക്കാം. ഇപ്പൊ എന്റെ കയ്യ് വ്യക്തമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ബാങ്ക് പാസ്ബുക്കിൽ നിന്നാണ്, ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് പിടിച്ചു ഓവർ ഡ്രാഫ്റ്റിന്റെ 240. ഇൻട്രസ്റ്റ് പിടിച്ചാൽ അപ്പൊ തന്നെ എന്ത് പറ്റും? പാസ്ബുക്ക് കുറയും. നമ്മൾ അറിയിക്കാൻ നിൽക്കില്ല, പാസ്ബുക്ക് തന്നെ കുറഞ്ഞു പോകും അല്ലെ? പാസ്ബുക്ക് തന്നെ കുറഞ്ഞു പോയി. അപ്പൊ എന്ത് പറ്റും? പാസ്ബുക്ക് കുറഞ്ഞു കിടക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ എവിടെ നിന്നാ തുടങ്ങിയത്? പാസ്ബുക്കിൽ നിന്നാണ് തുടങ്ങിയത്. പാസ്ബുക്കിനെ നമ്മൾ എന്താക്കണം? ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കണം. ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കണം. അപ്പോ നമ്മൾ കാണേണ്ട ബാലൻസ് എന്താണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണല്ലോ. അപ്പൊ പാസ്ബുക്കിനെ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കണമെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ? അപ്പൊ കുറഞ്ഞു കിടക്കാണ് ഓൾറെഡി അല്ലെ? അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. എത്ര രൂപ? 240 രൂപ. അറിയോക്കെ? അറിയോക്കെ? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. പ്ലസ് പ്ലസ് എന്താണ്? ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത് 240 പ്ലസ്, ഇത് മൈനസ് ആണ് കേട്ടോ, -13,880 നിന്ന് തുടങ്ങി പ്ലസ് 240 ചെയ്തു. അടുത്തത് നമുക്ക് നോക്കാം. ബാങ്ക് ചാർജസ് ഫോർ ദ എബവ് പീരിയഡ് ₹60. ബാങ്ക് ചാർജ് പിടിച്ചു വീണ്ടും. അപ്പൊ എന്ത് പറ്റി? പാസ്ബുക്കിന് എന്ത് പറ്റിയിട്ടുണ്ട്? പാസ്ബുക്ക് കുറഞ്ഞു പോയി അല്ലേ? പാസ്ബുക്ക് കുറഞ്ഞു പോയില്ലേ? പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ബാങ്ക് ചാർജ് പിടിച്ചു, പാസ്ബുക്ക് കുറഞ്ഞു പോയി, പാസ്ബുക്ക് ക്യാഷ് ബുക്ക് ഇങ്ങനെ കൂടിക്കിടക്കാണ് 60 രൂപ, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ബാങ്ക് പാസ്ബുക്കിനെ ഇങ്ങനെ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ നീന? ഓക്കെ, ബാങ്ക് ചാർജസ് എത്രയാണ്? +60. നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് മനസ്സിലാക്കി നിങ്ങൾ പ്ലസും മൈനസും ഇട്ട് വെച്ചാൽ മതി. ഇതിനൊന്നും പ്രത്യേകിച്ച് മെത്തേഡുകളും കാര്യങ്ങളൊന്നും ഇല്ല. ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ചെക്ക് ഡ്രോൺ ബട്ട് നോട്ട് ക്യാഷ്ഡ് ബൈ റെസിപ്പിയൻസ് പ്രയർ ടു 31st December ₹3,300. ചെക്ക് ഡ്രോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഇഷ്യൂ ചെയ്തു. കൊടുക്കാനുള്ള ആൾക്ക് ഞാൻ ചെക്ക് കൊടുത്തു. ചെക്ക് അയാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ക്യാഷ് ബുക്കിൽ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ എഴുതി വെക്കും അല്ലെ? ചെക്ക് ക്ലിയർ ആകുമ്പോഴല്ല, ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എഴുതി വെക്കും അല്ലെ? ചെക്ക് ഇഷ്യൂഡ് അല്ലെങ്കിൽ ചെക്ക് ഗിവൺ ടു ക്രെഡിറ്റർ എന്നൊക്കെ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ എന്താ എഴുതുന്നത്? ബാങ്കിൽ നിന്ന് അപ്പൊ തന്നെ പോയി എന്ന് പറയും. പക്ഷെ ബാങ്കിൽ നിന്ന് അന്ന് പോകില്ല, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാ പോകുള്ളൂ. അപ്പൊ നമ്മളുടെ ക്യാഷ് ബുക്കിൽ കുറച്ചു വെച്ചു. ശ്രദ്ധിക്കുക, ചെക്ക് അയാൾക്ക് കൊടുത്തപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ക്യാഷ് ബുക്കിൽ 3,300 രൂപ കുറഞ്ഞു എന്ന് എഴുതി വെച്ചു. 3,300 രൂപ കുറഞ്ഞു എന്ന് എഴുതി വെച്ചു. ഓക്കെ ആണോ? ക്യാഷ് ബുക്കിൽ നമ്മൾ 3,300 കുറഞ്ഞു എന്ന് എഴുതി വെച്ചു. പക്ഷെ ആ പൈസ 31 ഡിസംബറിന് മുന്നേ പോയിട്ടില്ല. ബാങ്കിൽ ആ പൈസ അങ്ങനെ തന്നെ കിടക്കാണ്. അപ്പോ ബാങ്ക് പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? പാസ്ബുക്കിനെയാണ് നമ്മൾ അനക്കേണ്ടത്. പാസ്ബുക്കാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. പാസ്ബുക്കിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോഴാണ് ക്യാഷ് ബുക്കിന്റെ ലെവലിലെത്തുള്ളൂ അല്ലെ? ഒന്നുകൂടെ പറയാം കേട്ടോളാം. ചെക്ക് ഡ്രോ ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് കൊടുക്കാനുള്ള ആൾക്ക് കൊടുത്തു. 3,300 രൂപയുടെ ചെക്കാണ്. അപ്പൊ എന്ത് പറ്റി? നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മളുടെ ക്യാഷ് ബുക്കിൽ കുറച്ച് വെച്ചു. അയാൾക്ക് പൈസ അയാൾ എടുക്കൂല, 2 ദിവസം കഴിഞ്ഞിട്ടാണില്ല. അപ്പൊ അയാൾ എടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി വെച്ചു. നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് അയാളെ പൈസ എടുക്കാൻ വേണ്ടി ചെക്ക് കൊണ്ട് ബാങ്കിൽ ചെന്നില്ല, ബാങ്കുകാർ അറിഞ്ഞിട്ടില്ല, ബാങ്കുകാര് പൈസ കുറച്ചിട്ടില്ല. അപ്പോ എന്ത് പറ്റി? നമ്മളുടെ ക്യാഷ് ബുക്ക് കുറഞ്ഞു കിടക്കാണ്, പാസ്ബുക്ക് എന്ത് ചെയ്തേക്കാണ്? കൂടിക്കിടക്കാണ്. നമ്മൾ തുടങ്ങുന്നത് പാസ്ബുക്കിൽ നിന്നാണ്. ആയതുകൊണ്ട് പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം? പാസ്ബുക്കിനെ കുറയ്ക്കണം. അപ്പൊ പാസ്ബുക്കും ക്യാഷ് ബുക്കും ഈക്വൽ ആവും. അറിയോക്കെ നീന? മൈനസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് 3,300. അറിയോക്കെ? 3,300. അടുത്തത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ് ബിഫോർ 31st December 4,340. ചെക്ക് ഞാൻ ബാങ്കിലേക്ക് ഇട്ടു. ചെക്ക് ബാങ്കിലേക്ക് ഇടുമ്പോൾ ഞാൻ അപ്പൊ തന്നെ പൈസ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കയറി എന്നും പറഞ്ഞ് എഴുതി വെക്കും അല്ലെ? അപ്പൊ ഞാൻ എന്റെ ക്യാഷ് ബുക്കിൽ ഞാൻ കൂട്ടി.
ക്യാഷ് ബുക്കിൽ കൂട്ടിവെച്ചു. പക്ഷെ അത് 31 ഡിസംബർ വരെ വന്നിട്ടില്ല അല്ലെ. 31 ഡിസംബർ വരെ ആ പൈസ ബാങ്കിൽ കയറിയിട്ടോ? ബാങ്കിൽ ചുമ്മാ നമ്മളെ ബുക്കിൽ എഴുതി എന്ന് പറഞ്ഞ് ബാങ്കുകാരെ എഴുതി വെക്കോ? ഇല്ല, പൈസ കയറി കഴിഞ്ഞാൽ മാത്രമേ എഴുതുള്ളൂ അല്ലെ. അപ്പോ നമ്മളുടെ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ചെക്ക് അടച്ചു അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഇട്ടു. അപ്പൊ നമ്മളുടെ ക്യാഷ് ബുക്കിൽ കൂട്ടി വെച്ചു. നമ്മളുടെ പാസ്ബുക്ക് ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? പാസ്ബുക്ക് കുറഞ്ഞു കിടക്കാണ് അല്ലെ. പാസ്ബുക്ക് ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ? പാസ്ബുക്ക് നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂട്ടണം അല്ലെ. അപ്പോ രണ്ടുപേരും സെയിം ആയി. 4340 ആഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നാണ് അർത്ഥം കേട്ടോ. ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ബാങ്കിലേക്ക് കൊണ്ടുപോയി ഇട്ടു, പക്ഷെ ബാങ്കിൽ പൈസ വന്നിട്ടില്ല. എത്ര എമൗണ്ട്? 4340. അറിയോ? ഓക്കെ, പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ അല്ലേ? അടുത്തത് എ ബിൽസ് റിസീവബിൾ discounted with the bank in November, dishonored on 31st December, ₹1000. അതായത് 1000 രൂപ ചെക്ക് നമ്മളൊരു ബിൽസ് റിസീവബിൾ ബാങ്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിൽസ് റിസീവബിളിന്റെ കൺസെപ്റ്റ് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. ബിൽസ് റിസീവബിൾ നമ്മൾക്ക് കിട്ടാനുള്ള പൈസയാണ് അല്ലെ. ആ പൈസയ്ക്ക് ഒരു ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബില്ല് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാങ്കുകാര് അതിൽ നിന്നൊരു ചെറിയ പൈസ ചാർജ് ചെയ്തിട്ട് ആ ബില്ലിന് നമുക്ക് പൈസ തരും. അപ്പോ ആ പൈസ ആരാ അടക്കേണ്ടത്? നമുക്ക് തരാനുള്ള ആള് സമയമാകുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാ വേണ്ടത്. അയാൾ അടയ്ക്കാത്ത പക്ഷം, തരാനുള്ള സമയം കഴിഞ്ഞിട്ടും അയാൾ അടയ്ക്കാത്ത പക്ഷം എന്ത് ചെയ്യണം? ബിൽസ് റിസീവബിളിന്റെ പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അടച്ചില്ല, നമുക്ക് തരാനുള്ള ആൾ അടച്ചില്ല, അപ്പൊ നമ്മൾ അടയ്ക്കേണ്ടി വരും അല്ലെ. അത് ബാങ്ക് നമ്മൾ അടയ്ക്കൊന്നും വേണ്ട. നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പൊക്കോളും. 1000 രൂപ എന്ത് ചെയ്തോളും? ബാങ്ക് എടുത്തുകൊണ്ട് പൊക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാഷ് ബുക്കും പാസ്ബുക്കും ആണ്. എന്താണ്? ക്യാഷ് ബുക്കും പാസ്ബുക്കും ആണ്. അയാൾ അടച്ചില്ല. അപ്പോ ബാങ്കിൽ നിന്ന് അയാൾ പൈസ, ബാങ്കുകാര് എന്ത് ചെയ്തു? 1000 രൂപ നമ്മുടെ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പൊ തന്നെ പാസ്ബുക്കിൽ കുറഞ്ഞു അല്ലെ. അപ്പൊ തന്നെ നമ്മുടെ പാസ്ബുക്കിൽ എന്ത് പറ്റി? കുറഞ്ഞു. ഓക്കെ ആണോ? അറിയോ? ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ എന്ത് ചെയ്തു? 1000 രൂപ മറ്റേ ആൾ അടയ്ക്കേണ്ട ആൾ അടച്ചില്ല. അപ്പോ നമ്മളുടെ ബാങ്കിൽ നോക്കിയപ്പോ ബാങ്കുകാർ നോക്കിയപ്പോ പൈസ എടുക്കാണ്. നമ്മുടെ ബാങ്കിൽ നിന്ന് അപ്പൊ തന്നെ കുറച്ചു. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ അപ്പൊ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തു. നമ്മുടെ ബാങ്ക് കുറഞ്ഞു. ക്യാഷ് ബുക്കിലേക്ക് ബാങ്കിന് എത്തിക്കാൻ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ രണ്ടുപേരും ഓക്കെ ആയി. ഓക്കെ അല്ലേ? ആഡ് ബിൽസ് റിസീവബിൾ ഡിസോണേഡ്. എത്രയാണ്? ₹1000. അറിയോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. -13,880 -240. നിങ്ങളൊന്ന് കൂട്ടി നോക്കി, എത്ര വരും നോക്കി. എത്ര വരും? -11,540. നിങ്ങൾക്ക് കിട്ടിയോ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. എത്രയാണ്? -11,540. -11,540 എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ക്യാഷ് ബുക്കിൽ മൈനസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇറ്റ്സ് എ ലയബിലിറ്റി അല്ലേ. ആൻഡ് ഇറ്റ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ അല്ലേ? ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. ആർ യു ഓക്കെ വിത്ത് ഇറ്റ്?
ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? വിഷ്ണു, സഫ, ഐഷ, അസ്ല, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 2. ഇല്ലസ്ട്രേഷൻ 2. ബാങ്ക് റീകൺസിലിയേഷൻ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ ബാങ്ക് റീകൺസിലിയേഷൻ? ഓക്കെ, നമുക്ക് നോക്കാം. പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് 2 accounts with Ever Bank Limited. Ever Bank Limited. The accounts were known as account 1 and account 2. എല്ലാവർക്കും എന്തുണ്ട്? അല്ല, പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് എന്തുണ്ട്? ഒരു 2 അക്കൗണ്ടുകൾ ഉണ്ട് എവർ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ. അക്കൗണ്ട് 1ഉം അക്കൗണ്ട് 2ഉം. അക്കൗണ്ട് 1ഉം അക്കൗണ്ട് 2ഉം. ആസ് അറ്റ് December 31st, 2020, the balance as per account books reflected the following balance. അക്കൗണ്ട് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ reflected the following account. അക്കൗണ്ട് 1ൽ എത്ര രൂപയുണ്ട്? 1,25,000 പോസിറ്റീവ് ബാലൻസ് ഉണ്ട് അല്ലെ? 1,25,000 റെഗുലർ ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, അതായത് അസറ്റ് ആണ്, നമ്മുടെ പൈസ ബാങ്കിൽ കിടക്കുന്നുണ്ട്. അക്കൗണ്ട് 2ൽ 1,11,250 ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,11,250 രൂപ നെഗറ്റീവ് ബാലൻസ്. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ ആണോ? ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ്. അറിയോ? ഓക്കെ. The accountant failed to tally the balance with the passbook and the following information was available. അക്കൗണ്ടന്റിന് BRS ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. അക്കൗണ്ടന്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? തെറ്റിപ്പോയി. നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. The bank has charged interest on account 2 rupees 11,375 and credited interest on account 1 rupees 1,250. These were not recorded by the accountant. നമുക്ക് 2 അക്കൗണ്ടും വരയ്ക്കണം അല്ലെ? 2 അക്കൗണ്ടും വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം. നിങ്ങളും വരച്ചോളാം. ആദ്യം ഒരു പർട്ടിക്കുലേഴ്സ് നമുക്ക് എഴുതാനുള്ള ഒരു കോളം വേണം. അക്കൗണ്ട് 1 വേണം, അക്കൗണ്ട് 2 വേണം. ഓക്കെ, അക്കൗണ്ട് 1 വേണം, അക്കൗണ്ട് 2 വേണം. വരച്ചോ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ ബാലൻസ് എത്രയാണെന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അക്കൗണ്ട് 1ൽ 1,25,000 റെഗുലർ ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്, പോസിറ്റീവ് ബാലൻസ് ആണ്. 1,25,000. ഓക്കെ. അക്കൗണ്ട് 2ൽ 1,11,250 നെഗറ്റീവ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. 1,11,250 മൈനസ് ബാലൻസ് ആണ്. എഴുതിയോ? എല്ലാവരും എഴുതിയോ? വളരെ സ്ലോ പേസിലാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ തന്നെ പോയാൽ മതി. നമുക്കൊരു 30 ദിവസമൊക്കെ മതി നമ്മുടെ ക്ലാസ് തീർക്കാൻ. അപ്പൊ നിങ്ങൾ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം പ്രകടമായിരിക്കും കേട്ടോ. അപ്പോ എല്ലാവരും എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. ബാങ്ക് ഹാസ് ചാർജ്ഡ് ഇൻട്രസ്റ്റ് ഓൺ അക്കൗണ്ട് 2 rupees 11,375. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് 2ൽ 11,375 രൂപ എന്ത് ചെയ്തു? ചാർജ് പിടിച്ചു. ക്യാഷ് ബുക്ക് പാസ്ബുക്ക്. ഇവിടെ തുടങ്ങിയത് എവിടെ നിന്നാ? ക്യാഷ് ബുക്കിൽ നിന്നാണ് അല്ലെ? അപ്പോ ബാങ്ക് ചാർജ് പിടിച്ചു, അപ്പൊ തന്നെ ബാങ്ക് ബുക്ക് കുറയും അല്ലെ? അല്ലെങ്കിൽ പാസ്ബുക്ക് കുറയും അല്ലെ? പാസ്ബുക്ക് കുറഞ്ഞു. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്യാഷ് ബുക്ക് പാസ്ബുക്കിലേക്ക് ആയത് കണ്ടോ? കുറഞ്ഞപ്പോ. ഓക്കെ അല്ലേ? അപ്പോ ആദ്യം അക്കൗണ്ട് 2വിന്റെ എഴുതാം. നമുക്ക് അക്കൗണ്ട് 2വിന്റെ എഴുതാം. അക്കൗണ്ട് 2വിന്റെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എത്രയാണ്? 11,300.
11,375 അല്ലെ, 11,375. ഓക്കെ, ലെസ് എന്താണ്? ബാങ്ക് ഇൻട്രസ്റ്റ്. ബാങ്ക് ഇൻട്രസ്റ്റ്. ഓക്കെ, ബാങ്ക് ഇൻട്രസ്റ്റ് ഇവിടെ ഒന്നുമില്ല, അവിടെ അക്കൗണ്ട് 2-ൽ നിന്ന് കുറച്ചു. ആ, ഇവിടെ നമുക്ക് ഒന്നുമില്ലാന്ന് എഴുതണ്ട, ഇവിടെ നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ലെസ് എഴുതണ്ട, ലെസ് അപ്പർ എഴുതിയാൽ മതി. അപ്പൊ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? അവിടെ കുറച്ചു. ഒന്നാമത്തെ അക്കൗണ്ടിൽ എന്താ ചെയ്തേക്കുന്നത്? ക്രെഡിറ്റഡ് ഇൻട്രസ്റ്റ്. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ തന്നു എന്ന അർത്ഥം. നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ തന്നു എന്ന അർത്ഥം. മനസ്സിലായോ? നിങ്ങളുടെ മൊബൈലുകളിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ മെസ്സേജുകൾ വരുന്ന കണ്ടിട്ടുണ്ടോ? യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 10,000, യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 6,000 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൈസ കയറുമ്പോൾ മെസ്സേജ് വരുന്നത്. അപ്പോ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് തന്നു എന്ന അർത്ഥം. നമ്മുടെ പൈസ അവിടെ കിടക്കാണ് അല്ലെ, അക്കൗണ്ട് 1-ൽ 1,25,000 നമ്മളുടെ കിടക്കാണ്. അപ്പൊ ബാങ്ക് നമ്മൾക്ക് പൈസ തന്നു. അപ്പൊ എന്ത് പറ്റും? പാസ്ബുക്ക് കൂടി. നമ്മൾ അറിയാത്ത പക്ഷം നമ്മളെ ക്യാഷ് ബുക്കിൽ എഴുതില്ല അല്ലെ, അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്, നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പയ്യെ ആഡ് ചെയ്യണം. 1,250 രൂപ ആഡ് ചെയ്തപ്പോ കണ്ടോ, സെയിം ആയില്ലേ? അപ്പൊ ആഡ് ചെയ്യണം. 1,250 രൂപ, 1,250 പ്ലസ്. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അടുത്തത് രണ്ടാമത്തത് റുപ്പീസ് 12,500, 12,500 drawn on December 10, 2020 from account 1 was recorded in the books of account 2. പണിപ്പാളി അല്ലേ? എന്താ പറയുന്നേ? 12,500 രൂപ അക്കൗണ്ട് 1-ൽ നിന്ന് കൊടുത്തത് അക്കൗണ്ട് 2-ൽ നിന്ന് പോയതായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അക്കൗണ്ട് 1-ൽ എന്ത് പറ്റിയിട്ടുണ്ട്? അക്കൗണ്ട് 1-ൽ നിന്ന് പോകേണ്ട പൈസയായിരുന്നു, നമ്മൾ അതിൽ നിന്ന് കളഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് പറ്റി? പക്ഷെ നമ്മളുടെ പാസ്ബുക്കിൽ നിന്ന് പോയില്ലേ? ഏത് ചെക്കാണോ കൊടുത്തത് ആ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ട് 1-നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ കുറഞ്ഞു കിടക്കാണ് അല്ലെ, ക്യാഷ് ബുക്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിൽ എഴുതി വെച്ചേക്കുന്നത്? അക്കൗണ്ട് 2-ൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ക്യാഷ് ബുക്ക് അക്കൗണ്ട് 2-ൽ 12,000, അക്കൗണ്ട് 1-ൽ 12,500 എഴുതിയിട്ടില്ല. പക്ഷെ പാസ്ബുക്കിൽ അവർ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പോയത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പാസ്ബുക്ക് കുറഞ്ഞു, ക്യാഷ് ബുക്ക് കൂടി കിടക്കാണ് അല്ലെ. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, മൈനസ് ചെയ്യണം. അക്കൗണ്ട് 1-ൽ എന്ത് ചെയ്യണം? ചെക്ക് ഇഷ്യൂഡ് എന്ത് ചെയ്യണം? -12,500 പറഞ്ഞത് മനസ്സിലായോ? എല്ലാവരും ഓക്കെ ആണോ? മിസ്റ്റേക്കിന്റെ എൻട്രി ആണ്. എല്ലാവരും ഓക്കെ ആണോ? ഇനി അക്കൗണ്ട് 2-ലേക്ക് നോക്കി എന്താ പറ്റിയത്? അക്കൗണ്ട് 2-ന്റെ ക്യാഷ് ബുക്കിലാണ് കൊണ്ടുവന്ന് നമ്മൾ കുറച്ചു വെച്ചിരിക്കുന്നല്ലേ, നമ്മുടെ പൊട്ടൻ അക്കൗണ്ട്. എന്താ പറ്റിയിരിക്കുന്നത്? 2-ന്റെ ക്യാഷ് ബുക്കിൽ കുറഞ്ഞേക്കാണ്. ബാങ്ക് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? ഇത് ബാങ്കിൽ നിന്ന് പോയിട്ടില്ല, ബാങ്കിൽ കൂടി തന്നെ കിടക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂട്ടണം. ഓക്കെ, ഒന്നുകൂടി പറയാം. അക്കൗണ്ട് 1-ൽ നിന്ന് ക്യാഷ് ബുക്കിൽ കുറയ്ക്കേണ്ടതിന് പകരം അവർ എന്ത് ചെയ്തു വെച്ചു? അക്കൗണ്ട് 2-ൽ നിന്ന് കുറച്ചു വെച്ചു. അപ്പൊ ക്യാഷ് ബുക്ക് കുറഞ്ഞു കിടക്കാണ്. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കൂട്ടണം. പ്ലസ് 12,500 അക്കൗണ്ട് 2-ൽ പ്ലസ് 12,500 പ്ലസ് 12,500. ആർ യു ഓക്കെ? ആണോ? ഓക്കെ. ഫാത്തിമ, അസ്ല, ഐഷ, വിഷ്ണു, സഫ. ഓക്കെ, ഇനി ബാങ്ക് ചാർജസ് നമുക്ക് നോക്കാം. ബാങ്ക് ചാർജസ് നമുക്ക് നോക്കാം. ബാങ്ക് ചാർജസ് എന്ത് ചെയ്തു?
അക്കൗണ്ട് 1ലെയും 2ലെയും ബാങ്ക് ചാർജസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ബാങ്ക് ചാർജ് പിടിക്കുമ്പോൾ എന്ത് പറ്റും? പാസ്ബുക്ക് കുറയും. ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കണം. എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ കുറയ്ക്കണം. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആവും. അപ്പോ എത്രയാണ്? ബാങ്ക് ചാർജസ് ബാങ്ക് ചാർജസ് എത്രയൊക്കെയാണ്? 150ഉം 1125 മൈനസ് 150 മൈനസ് 1125 ഓക്കെ. ബാങ്ക് ചാർജസ് നമ്മൾ എഴുതി. ഇനി അടുത്തത് നോക്കി. A deposit of 17,500 in account number 1 was wrongly entered in account 2 in the books. നമ്മളുടെ ബുക്കിൽ അക്കൗണ്ട് 1ൽ വന്ന പൈസ അക്കൗണ്ട് 2ൽ എഴുതി വെച്ചു. നമ്മളുടെ ബുക്കിൽ പാസ്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യും അല്ലെ? അപ്പോ അക്കൗണ്ട് 1ൽ എന്ത് പറ്റിയിട്ടുണ്ട്? പാസ്ബുക്ക് ഇങ്ങനെ കൂടി കിടക്കാണ് അല്ലെ? 17,500 രൂപ ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോ ബാങ്കുകാര് പാസ്ബുക്കിൽ എഴുതി. നമ്മളുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതിയില്ല. അക്കൗണ്ട് 2ൽ എഴുതിയിരിക്കുന്നത്. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ അനക്കണം. ഇങ്ങനെ അനക്കി കൊണ്ടുവരുമ്പോ ക്യാഷ് ബുക്ക് ആഡ് ചെയ്ത് എവിടെ എത്തും? 17,500 ആഡ് ചെയ്യുമ്പോ ഇവിടെ എത്തും, പാസ്ബുക്കിൽ എത്തും. ഓക്കെ ആണോ? ഡെപ്പോസിറ്റഡ് എത്രയാണ്? പ്ലസ് 17,500. ഇനി മറ്റേ ബുക്കിലോ? അക്കൗണ്ട് 2ൽ എന്താ പറ്റിയിരിക്കുന്നത്? അക്കൗണ്ട് 2ൽ നമ്മൾ അറിയാതെ 17,500 രൂപ ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു അല്ലെ? പാസ്ബുക്ക് ഇതുവല്ല അറിഞ്ഞിട്ടുണ്ടോ? പൈസ കയറിയത് അക്കൗണ്ട് 1ലല്ലേ? അപ്പൊ അക്കൗണ്ട് 1ലല്ലേ കൂടുള്ളൂ പാസ്ബുക്കിൽ. ക്യാഷ് ബുക്കിൽ നമ്മൾ അറിയാതെ എഴുതി വെച്ചതല്ലേ? മിസ്റ്റേക്കിൽ എഴുതി വെച്ചതല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ കുറയ്ക്കണം. 17,500 രൂപ കുറയ്ക്കും. അതേ കണ്ടേ, രണ്ടുപേരും ഒരുപോലെ ആയില്ലേ? അപ്പൊ 17,500 രൂപ കുറയ്ക്കണം. ഓക്കെ. മൈനസ് 17,500. ആർ യു ഓക്കെ? ആണോ? അടുത്തത് 2 checks of rupees 12,500 and 13,750 deposited in account 1 but entered in account 2 in books were dishonored. The entries for dishonored checks were correctly entered in account 2. അതായത് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഒന്നുകൂടി വായിച്ചേ. അഡ്ജസ്റ്റ്മെന്റ്. 2 ചെക്കുകൾ 12,500 രൂപയുടെയും 13,750 രൂപയുടെയും ഡെപ്പോസിറ്റഡ് ഇൻ അക്കൗണ്ട് 1 ബട്ട് entered in account 2 were dishonored. The entries for dishonored checks were entered correctly in the account 2. എന്താ സംഭവിച്ചത്? 2 ചെക്കുകൾ. നമുക്ക് 2 ചെക്കുകളുടെ എമൗണ്ട് ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കാം. 12,500ഉം 13,750ഉം എത്രയുണ്ട്? 25, 26,250 രൂപയുടെ ചെക്ക് അല്ലെ? ചെക്ക് നമ്മൾ അക്കൗണ്ട് 1ൽ എഴുതുന്നതിന് പകരം എന്ത് എഴുതി? അക്കൗണ്ട് 2ൽ എഴുതി. അക്കൗണ്ട് 2ന്റെ ക്യാഷ് ബുക്കിൽ നമ്മൾ കൂട്ടി എഴുതി വെച്ചു. ആ ചെക്ക് കയറിയോ? അക്കൗണ്ടിൽ കയറുമ്പോഴല്ലേ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കൂടുള്ളൂ. പക്ഷെ ചെക്ക് കയറിയില്ല. എന്ത് പറ്റി? ചെക്ക് ഡിസോണർ ആയിപ്പോയി. കറക്റ്റ് നമ്മൾ അതിനെ ക്യാഷ് ബുക്കിൽ, അക്കൗണ്ട് 2ന്റെ ക്യാഷ് ബുക്കിൽ തന്നെ കുറച്ചു വെച്ചു. അക്കൗണ്ട് 2ൽ എന്തെങ്കിലും മാറ്റം വന്നോ? ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും നിങ്ങൾ നോക്കൂ. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, മാറ്റം വന്നിട്ടില്ല. രണ്ടുപേരും സെയിം ആയിട്ട് നിൽക്കുവാണ്. ഡിസോണർ എൻട്രി വന്നപ്പോ. ഇനി അക്കൗണ്ട് 1ലേക്ക് നോക്കിയേ. അക്കൗണ്ട് 1ൽ ഒന്നും എഴുതിയില്ല. 26,750 രൂപയുടെ 26,250 റുപ്പീസിന്റെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അക്കൗണ്ട് 1ൽ എഴുതിയില്ല. ഇനി അക്കൗണ്ടിന്റെ ബാങ്കിൽ കയറിയോ? പാസ്ബുക്കിൽ കയറിയോ? ഇല്ല. അതിന് മുന്നേ ഡിസോണർ ആയില്ലേ? അപ്പോ എഴുതിയിട്ടുമില്ല, ഡിസോണർ ആയി. ചെക്ക് ബാങ്കിലും കയറിയിട്ടില്ല. രണ്ടും ഈക്വൽ ആയിട്ടല്ലേ നിൽക്കുന്നത്? എന്തെങ്കിലും എൻട്രിയുടെ ആവശ്യമുണ്ടോ? ബാങ്ക് റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും എൻട്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ. പറഞ്ഞത് ഓക്കെയാണോ? ഒന്നുകൂടെ പറയണം. ശ്രദ്ധിച്ചോളാം. ചെക്ക്, 2 ചെക്കുകൾ 26,250. ആ ചെക്ക് അക്കൗണ്ട് നമ്പർ 1ലായിരുന്നു എഴുതേണ്ടത്. അക്കൗണ്ട് 1ൽ എഴുതിയില്ല. അതിന് പകരം അക്കൗണ്ട് 2ൽ എഴുതി വെച്ചു. പക്ഷെ അക്കൗണ്ട് 1ലാണ് ആ പൈസ കയറുകയാണെങ്കിൽ എവിടെയാ കയറുന്നത്? ഏത് പാസ്ബുക്കിലാണ് കയറുന്നത്? അക്കൗണ്ട് 1ന്റെ പാസ്ബുക്കിലാണ് കയറുക അല്ലെ? അപ്പൊ അക്കൗണ്ട് 2ൽ നമ്മൾ 26,250 ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ തന്നെ എഴുതി വെച്ചു. ചെക്ക് ഡിസോണറായി. ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് കയറിയില്ല. പൈസ ഇല്ലാത്ത കാരണം ആ ചെക്ക് റിട്ടേൺ ആയി, ഡിസോണറായി. അപ്പൊ എന്ത് പറ്റി? നമ്മൾ റിട്ടേൺ എൻട്രി ഇട്ടു, ഡിസോണറിന്റെ എൻട്രി ഇട്ടു. അതായത് പൈസ കയറിയില്ല എന്ന് നമ്മൾ അക്കൗണ്ട് 2ൽ എഴുതി വെച്ചു.
അപ്പോ 26,750 നമ്മൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തു. അപ്പോ എന്തായി? അത് 0 ആയി അല്ലെ? അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലായി പോയി. കൂട്ടിയത് അതേവിടെ തന്നെ നമ്മൾ ഡിസോണർ ആയിട്ട് കുറച്ച് വെച്ചു. ഇപ്പൊ പാസ്ബുക്കും ക്യാഷ് ബുക്കും സെയിം അല്ലേ? അക്കൗണ്ട് 2-ൽ സെയിം അല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ലല്ലോ. ഇനി അക്കൗണ്ട് 1-ലേക്ക് വന്നേ. അക്കൗണ്ട് 1-ൽ നമ്മൾ ചെക്ക് എൻ്റർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു എൻട്രിയും ഇട്ടില്ല. ബാങ്കിലെ പൈസ കയറിയിട്ടില്ല, ഡിസോണർ ആയി, ബാങ്കിലെ പൈസ കയറിയിട്ടില്ല. അപ്പൊ അക്കൗണ്ട് 1-ൽ എന്താണ് അവസ്ഥ? ബാങ്ക് ബുക്കും പാസ്ബുക്കും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷ് ബുക്കും ശരിയല്ലേ? സെയിം അല്ലേ? അറിയോക്കെ? അറിയോക്കെ? ഓക്കെ. അപ്പോ അതിന് എൻട്രിയുടെ ആവശ്യമില്ല. നോ എൻട്രി നീഡഡ്. ഒരു എൻട്രിയുടെ ആവശ്യമില്ല. നോ എൻട്രി നീഡഡ് ഇൻ BRS. ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അടുത്തത്, ചെക്ക് ഇഷ്യൂഡ് ഫോർ 1,50,000 and 15,000 ഫ്രം അക്കൗണ്ട് 1 and 2 റെസ്പെക്റ്റീവ്ലി വേർ നോട്ട് പ്രസന്റഡ് ടിൽ 5th January. അതായത് ചെക്ക് ഇഷ്യൂ ചെയ്തു, കൊടുക്കാനുള്ള ആൾക്ക് ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ട്? ചെക്ക് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷെ ആ ചെക്ക് 31st ഡിസംബറിന് മുന്നേ ആ ചെക്ക് ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അതുകൊണ്ട് ബാങ്കിൽ കുറഞ്ഞിട്ടില്ല. അപ്പൊ ക്യാഷ് ബുക്കിനെ ബാങ്ക് ബുക്കിലേക്ക് അല്ലെങ്കിൽ പാസ്ബുക്കിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? 1,50,000 into 15,000. അപ്പൊ എന്ത് ചെയ്യണം? ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസന്റഡ് എന്ത് പറ്റണം? 1,50,000 കൂട്ടണം, ഇവിടെ 15,000 കൂട്ടണം. അറിയോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത്, ചെക്ക് ഡെപ്പോസിറ്റഡ് 1,25,000 and 1,17,500 in account 1 and 2 respectively were credited by bank only on February. നമ്മൾ ഡിസംബർ 31 മുമ്പ് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ആക്രാന്തം പിടിച്ച് നമ്മളുടെ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും, കൂട്ടി വെക്കും അല്ലെ? പക്ഷെ ചെക്ക് പൈസയായിട്ട് വന്നാലേ നമ്മളുടെ ബാങ്കിൽ അവർ ക്രെഡിറ്റ് ചെയ്ത് തരുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിൽ കൂട്ടുള്ളൂ പാസ്ബുക്കില്. അപ്പോ എന്ത് പറ്റി? അത് ഫെബ്രുവരിയിലാണ് വന്നിരിക്കുന്നത്. 31st ഡിസംബറിൽ നമ്മുടെ ക്യാഷ് ബുക്ക് കൂടി കിടക്കാണ് അല്ലെ? അപ്പൊ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇങ്ങനെ കുറച്ച് വരുമ്പോ രണ്ടുപേരും ടാലിയാവും. ഓക്കെ അല്ലേ? അപ്പോ എന്ത് ചെയ്യണം? ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. മൈനസ് 1,25,000 എത്രയാണ്? 1,17,500 1,17,500 കഴിഞ്ഞില്ലേ? ഇത്ര അഡ്ജസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ടോട്ടൽ ചെയ്ത് നോക്കാം. ഓക്കെ, ടോട്ടൽ ചെയ്ത് നോക്കി. ടോട്ടൽ ചെയ്യാം. 1,25,000 plus 1,250 minus 12,500 minus 150 plus 17,500 plus 1,50,000 minus 1,25,000. 1,56,100. 1,56,100. Okay. അടുത്തത്,
എത്ര കിട്ടി? രണ്ടാമത്തെ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടി? ഒന്നാമത്തതിന്റെ ആൻസർ 1,56,100 കിട്ടി അല്ലെ? രണ്ടാമത്തെ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 2,31,250 കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. 2,31,250 മൈനസ് 2,31,250 2,31,250. അറിയോ? ഓക്കെ. മൈനസ് ആണ്, മൈനസ് ആണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ആസ് പെർ പാസ്ബുക്ക്. ഇതെന്ത് ബാലൻസ് ആണ്? പാസ്ബുക്കിലാണെങ്കിൽ പ്ലസ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതിനെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് പാസ്ബുക്കിൽ. വേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതല്ലേ സുഖം? ഇതല്ലേ സുഖം? നിങ്ങൾക്ക് ഇതല്ലേ ഏറ്റവും നല്ലത്? മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇതല്ലേ സുഖം? ഇതല്ലേ ഈസി?